പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ വീണ്ടും ഇ ഡി എത്തുന്നു. സ്വത്ത് കണ്ടുകെട്ടൽ ഭീഷണിയിൽ ആ 18 കോടിയും. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയത്. വില്ലേജ് ഓഫീസറെയും കൂട്ടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വീടിന് മുന്നിലേക്ക് എത്തിയത്. വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ പകർത്തിയ ശേഷം സംഘം മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എടക്കടവിലെ ഭൂമിയും സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഇതിന് പിന്നിലെ ഉദ്ദേശം എന്ത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇ ഡി കടുത്ത നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വത്ത് കണ്ടുകെട്ടലടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വില്ലേജ് ഓഫീസറുടെ അകമ്പടിയോടെ ഇ ഡി സംഘം കണ്ണൂരിലെത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായൊരു വിശദീകരണം ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ലഭ്യമായിട്ടുമില്ല. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധന എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ കൊച്ചി ഇ ഡി ഓഫീസിൽ 9 മണിക്കൂറോളമായിരുന്നു വീണയെ ചോദ്യം ചെയ്തിരുന്നത്. തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ബ്രാഞ്ചിൽ വീണയുടെ ലോക്കർ ഇ ഡി പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ CMRLുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ ആ ലോക്കറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേക്കുറിച്ച് പിണറായി വിജയൻ തന്നെ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ലോക്കർ തുറന്നാൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്നറിയാം, എന്തോ വലിയ കാര്യം നടക്കുന്നു എന്ന പ്രതീതി ചിലർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ എക്സാലോജിക്കിന് CMRL നിന്ന് ലഭിച്ച 2,78 ലക്ഷം രൂപയുടെ ഇടപാടുകൾ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത്. യാതൊരുവിധ സേവനവും നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള ആരോപണം സാധൂകരിക്കുന്ന നിരവധി തെളിവുകൾ ഇ ഡിയുടെ പക്കലെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 242 ബാങ്ക് അക്കൗണ്ടുകളിലായി മരവിപ്പിച്ച 18.36 കോടി രൂപ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള നടപടി ഇ ഡി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഇതിൽ വീണയുടെ HDFC അക്കൗണ്ടും ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം മറുഭാഗത്ത് BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആകട്ടെ വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. CMRL മാതൃകയിലുള്ള പണം മറ്റ് കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. SFIOയുടെ 134 രേഖകൾ ഇ ഡിക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടതോടെ അന്വേഷണം എന്തായിരുന്നാലും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ എന്ത് രീതിയിലുള്ള നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.